കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയതിനെ തുടർന്ന് അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടത്തിയ കെ ഹർഷിനയുടെ ആ സമരങ്ങളെല്ലാം രാഷ്ട്രീയ പ്രേരിതമായിരുന്നുവെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആരോപിച്ചു. നഷ്ടപരിഹാരത്തിന് പരാതി നൽകണമെന്ന ആവശ്യം കേൾക്കാൻ ഹർഷിന തയ്യാറായില്ല എന്ന് പി സതീദേവി സൂചിപ്പിച്ചു. എന്നാൽ തൻ്റെ പോരാട്ടത്തിന് ഒരു രാഷ്ട്രീയവുമില്ലെന്നും സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ആരോപണമെന്നും കെ ഹർഷിന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിനിരയായ കെ ഹർഷിനയ്ക്കെതിരെ സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്. നഷ്ടപരിഹാരത്തിന് പരാതി നൽകണമെന്ന തങ്ങളുടെ ആവശ്യം ചെവികൊള്ളാതെ രാഷ്ട്രീയ പ്രേരിതമായ സമരത്തിനാണ് കെ ഹർഷിന തയ്യാറായതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരോപിച്ചു. അന്ന് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരം തീർച്ചയായിട്ടും നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഹർജി കൊടുക്കണം. അവർ നഷ്ടപരിഹാരത്തിന് വേണ്ടി അവർക്ക് സൗജന്യ നിയമസഹായമടക്കം ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ തൃണവൽഗണിച്ചുകൊണ്ട് ഒരു എന്താ പറയുക, ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അവർ സമരമൊക്കെ നടത്തിയിട്ടുള്ളത്. 2.5 വർഷം പോരാടിയിട്ടും തനിക്ക് ഒരു നീതിയും ലഭിച്ചില്ലെന്നും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്തവരാണ് തന്റെ പോരാട്ടത്തിനൊപ്പം നിന്നതെന്നും കെ ഹർഷിന കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ഒരു സഹായവും ചെയ്യാത്തവർ മാനസികമായി തളർത്താൻ ശ്രമിക്കുകയാണ്. ഒരു സ്ത്രീ എന്ന പരിഗണനയെങ്കിലും തനിക്ക് വനിതാ കമ്മീഷൻ നൽകണമെന്നും ഹർഷിന കൊച്ചിയിൽ പറഞ്ഞു. 2.5 വർഷത്തോളായി വരുന്ന കത്രിക എടുത്തു കഴിഞ്ഞിട്ട്, എന്നിട്ടും ഇതുവരെ നീതി ലഭിക്കാതെ തെരുവിൽ വരെ 110 ദിവസത്തോളം യുദ്ധം ചെയ്തു എന്നറിയാം. അങ്ങനെയും പോരാടിയിട്ട് പോലും നീതിയുടെ അടുത്തെത്താതെ ശരിക്കും മാനസികമായിട്ടും ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും തളർന്നു നിൽക്കുന്ന ഒരാളോടാണ് പറയുന്നത്, നിങ്ങൾ രാഷ്ട്രീയ പ്രേരിതാണ് ഈ സമരമെന്ന്. ആരോ ചെയ്ത പിഴവ് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് ഒരു പരിഹാരം ചോദിച്ചിട്ടാണ് തെരുവിലേക്ക് എത്തേണ്ടി വന്നത്. രാഷ്ട്രീയ പ്രേരിതം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തളർത്തിയിട്ട് കാര്യമില്ല, വാക്കുകൊണ്ട് സഹായം പറഞ്ഞിട്ടും കാര്യമില്ല, അത് പ്രവൃത്തിയിൽ കാണിച്ചു തരണം. നമുക്ക് എന്തെങ്കിലും രൂപത്തിലൊരു സഹായം ഇതുവരെ ചെയ്യാൻ കഴിയാത്തതും പോരാ, എന്നിട്ട് നമ്മൾ നിരസിച്ചു എന്നൊക്കെ അതിനൊക്കെ എന്താ പറയാ, മറുപടി അറിയാൻ നമുക്കറിയില്ല. നിയമപോരാട്ടം തുടങ്ങിയതോടെ കെ ഹർഷിന സമരം അവസാനിപ്പിച്ചിരുന്നു. അതേ തുടർന്നുള്ള ദീർഘമായ ഇടവേളയ്ക്ക് ശേഷമാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ പരാമർശത്തോടെ ഹർഷിനയുടെ ചികിത്സാ പിഴവ് വീണ്ടും ചർച്ചയാകുന്നത്. കൊച്ചി ബ്യൂറോയ്ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.